ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പാഞ്ചാലിമേടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പ് തടസ്സം നിൽക്കുന്നതായി ആക്ഷേപം. ഫ്ലവർ ഗാർഡനും ബോട്ടിംഗും ഉൾപ്പെടെ സർക്കാർ 3 കോടിയിലധികം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ചെക്ക് ഡാമിന്റെ നിർമ്മാണം വനം വകുപ്പ് തടയുകയായിരുന്നു. ഇടുക്കി പാഞ്ചാലിമേട്ടിൽ വിനോദസഞ്ചാര പദ്ധതിക്കായി റവന്യൂ വകുപ്പ് ടൂറിസം വകുപ്പിന് ഭൂമി വിട്ടു നൽകിയിരുന്നു. ഈ പ്രദേശത്തിനാണ് വനം വകുപ്പ് ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ബോട്ടിംഗിനായി ചെക്ക് ഡാം പണിയുന്ന സ്ഥലം തങ്ങളുടേതാണെന്ന നിലപാടിലാണ് വനം വകുപ്പ്. മിച്ചഭൂമി നിയമപ്രകാരം സ്വകാര്യ വ്യക്തിയിൽ നിന്ന് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത ഭൂമിയാണിത്. ഇപ്പോൾ DTPCയുടെ കൈവശമുള്ള സ്ഥലത്ത് അനധികൃതമായി ജണ്ട സ്ഥാപിക്കാനുള്ള വനം വകുപ്പിന്റെ നീക്കം ജനപ്രതിനിധികളും പ്രദേശവാസികളും നേരത്തെ തടഞ്ഞിരുന്നു. തുടർന്ന് ജില്ലാ ഭരണകൂടം വിഷയത്തിൽ ഇടപെട്ടെങ്കിലും മതിയായ രേഖകൾ നൽകാൻ വനം വകുപ്പിന് കഴിഞ്ഞില്ല. എന്നിട്ടും പീരുമേട്ടിലെ വികസന പ്രവർത്തനങ്ങൾ വനം വകുപ്പ് തടയുന്നുവെന്നാണ് ആക്ഷേപം. പണികൾ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് അംഗം KT ബിനു വനം വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അവിടെ മനോഹരമായ ലേക്കും പടൽ ബോട്ടും എല്ലാം കൊണ്ടുവരാൻ തീരുമാനിച്ചതാണ്. അത് ഈ കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യമില്ലാത്ത അന്യായമായ വ്യവസ്ഥകൾ ഉയർത്തിക്കൊണ്ട് ആ ടൂറിസ്റ്റ് കേന്ദ്രം തകർക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലുള്ള സമീപനം മാത്രമല്ല, ഇടുക്കി ജില്ലയിൽ ജനങ്ങൾ ആസ്വദിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഫോറസ്റ്റിൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് തടസ്സപ്പെടുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ബോട്ടിങ്ങിനായി ചെക്ക് ഡാം പണിയുന്ന സ്ഥലത്തിന്റെ ഒരു ഭാഗം നിക്ഷിപ്ത വനഭൂമിയിൽ ഉൾപ്പെട്ടതാണെന്ന വാദമാണ് വനം വകുപ്പ് ഉന്നയിക്കുന്നത്. എന്നാൽ ഇടുക്കി ജില്ലയിലെ വിവിധ ടൂറിസം പദ്ധതികൾ തകർക്കാൻ വനം വകുപ്പ് നടത്തുന്ന ആസൂത്രിത നീക്കങ്ങളുടെ പുതിയ ഉദാഹരണമാണ് പാഞ്ചാലിമേട്ടിലെ സംഭവമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ചൂണ്ടിക്കാട്ടുന്നു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.